ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോ നമ്മളെയൊക്കെ കരയിപ്പിച്ച് കളഞ്ഞോട്ട് നമ്മുടെ അബി നമ്മുടെ അച്ഛനെ കയറി കാണുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഇത് അബിയാണ് അച്ഛാ, അച്ഛൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അബി കരയുന്നുണ്ട്. അപ്പൊ അച്ഛനിങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിലും ആരെയും മനസ്സിലാകുന്നൊക്കെ ഇല്ല കേട്ടോ. അപ്പൊ അബി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അച്ഛൻ ഇത്രയും ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ബാക്കി മക്കളോ, അമലൊഴികെ ബാക്കി മക്കളോ സ്വന്തം ഭാര്യ പോലും ഇതുവരെ ചെന്ന് ആ ഒരു അന്വേഷിക്കാത്തത് ഭയങ്കര കഷ്ടം തന്നെയാണ് അല്ലെ. ഒരു സ്വത്തിന്റെ പേരിൽ ഇത്രയ്ക്കും വാശി ഉള്ളൊരു മക്കളെയും ഒരു ഭാര്യയുമാണോ ഇദ്ദേഹം ഇത്രയും നാളും തീറ്റി പോറ്റിയതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെ. നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നും അല്ലെ. അതിനുശേഷം നമ്മുടെ നിരഞ്ജൻ ഇങ്ങനെ അജയ് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, അജയേട്ടൻ പുറത്തു പോയിട്ടില്ല, അജയേട്ടൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിരഞ്ജന വേഗം തന്നെ നമ്മുടെ അപർണയുടെ മുറി തുറന്ന് നോക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ നമ്മുടെ അപർണയ്ക്കൊപ്പം നമ്മുടെ അജയ് ഇരിക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നിരഞ്ജനയ്ക്ക് മടുത്തട്ടോ നമ്മുടെ അജയ് കുറച്ച് നാളുകളായിട്ടുള്ളതെങ്കിലും ഭയങ്കര പ്രണയിച്ച് ഭയങ്കര എന്താ പറയാ യുദ്ധമൊക്കെ നടത്തിയാണ് നമ്മുടെ നിരഞ്ജന അജയെ സ്വന്തമാക്കിയത്. പക്ഷേ നിരഞ്ജനയ്ക്ക് അതിപ്പോ എല്ലാം വേസ്റ്റ് ആയ പോലെ തോന്നുകയാണ്. കാരണം അജയ് അത്രയ്ക്കും നമ്മുടെ നിരഞ്ജനയെ മനസ്സിലാക്കുകയോ നിരഞ്ജനയെ ഒന്നും മൈൻഡ് ചെയ്യുകയോ നിരഞ്ജനയെ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിക്കാണും നിരഞ്ജന ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, നമുക്ക് നോക്കാട്ടെ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.